പൊതുവെ ആൺപിള്ളേർ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തമ്മിൽ തമ്മിൽ ഷെയർ ചെയ്യാറില്ല. അതെന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും അറിയോ? കാരണം ജനിച്ച് വീഴുന്നതിന് ശേഷം അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആദ്യത്തെ ഇമോഷണൽ സപ്പോർട്ട് അവരുടെ അമ്മയുടെ അടുത്തു നിന്നായിരിക്കും കിട്ടുക. ഒരു 6 വയസ്സ് 7 വയസ്സാവുന്നവരെ ആ ആൺകുട്ടി അമ്മയുടെ കൂടെ തന്നെ ആയിരിക്കും. നടക്കുന്നതും ഇരിക്കുന്നതും കളിക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെ അമ്മയുടെ കൂടെ ആയിരിക്കും. ഒരു 6 വയസ്സ് 7 വയസ്സ് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ആൺപിള്ളേരെ അമ്മയുടെ അടുത്തുനിന്ന് മാറ്റി കിടത്താൻ തുടങ്ങും. അമ്മയുടെ അടുത്തുനിന്ന് ദൂരം കൊണ്ടുവരാൻ തുടങ്ങും. അതൊരു നാച്ചുറലായിട്ടും കൾച്ചറലായിട്ടും അങ്ങനെയാണ് എല്ലാവരും ഫോളോ ചെയ്യാറുള്ളത്. നേരെ മറിച്ച് പെൺകുട്ടികളാണെങ്കിൽ അവർ കല്യാണം കഴിഞ്ഞ് പോകുന്നവരെയും കല്യാണം കഴിഞ്ഞതിന് ശേഷവും അവരുടെ ടീനേജിലും അഡൽട്ടിലും എല്ലാത്തിനും അമ്മയാണ് കൂടുതലുള്ളത്. അമ്മയുടെ പ്രീവിയസ് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യും, അമ്മയ്ക്കുള്ള കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്യും, വരും വരായികകളെല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇമോഷണലി കൂടുതൽ കണക്റ്റായി നിൽക്കുന്നത് പെൺപിള്ളേർ തന്നെയാണ്. സോ പെൺകുട്ടികൾക്ക് കിട്ടുന്ന ആ ഇമോഷണൽ സപ്പോർട്ട് ഒരിക്കലും ആൺകുട്ടികൾക്ക് കിട്ടിയിട്ടില്ല. ഒരു പ്രായം കഴിഞ്ഞ അച്ഛന്മാരോട് വരെ ആൺപിള്ളേർ ഒരു റെസ്പെക്റ്റോട് കൂടി മാറി നിൽക്കും. ഒരു ഡിസ്റ്റൻസ് വെച്ച് ആൺപിള്ളേർ നിൽക്കാറുള്ളൂ. അതുകൊണ്ടാണ് ആരും ഇമോഷണലി കാര്യങ്ങൾ ആൺപിള്ളേർ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ ഡിസ്കസ് ചെയ്യാത്തത്. ശരിക്കും ഒറ്റപ്പെട്ട അവസ്ഥയിലിരിക്കുന്നത് എപ്പോഴും ആണുങ്ങൾ തന്നെയാണ്.